നമസ്കാരം. പാലക്കാട് എം.എൽ.എയും യൂത്ത് കോൺഗ്രസ് നേതാവും സോഷ്യൽ മീഡിയ താരവുമായ രാഹുൽ മാങ്കൂട്ടത്തിന് ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടുമോ എന്ന് നാളെ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതും തീരുമാനമെടുക്കുന്നതും നാളെയാണെന്നാണ് റിപ്പോർട്ടുകൾ. കോടതിക്ക് ഇന്ന് വേണമെങ്കിൽ കേട്ടിട്ട് വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കാം, അല്ലെങ്കിൽ നാളെ തന്നെ തീരുമാനം പറയാം. രാഹുൽ മാങ്കൂട്ടത്തിലിന് ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു ജാമ്യം കിട്ടുമെന്ന്. സമ്മതപ്രകാരമുള്ള ബന്ധമാണ്, ബലാത്സംഗമല്ല എന്ന് തെളിയിക്കാനുള്ള രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ കേസിൻ്റെ അനുബന്ധമായി വന്ന രാഹുൽ ഈശ്വരൻ്റെ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലടച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്യാമ്പിൽ മ്ലാനതയാണ്, ദുഃഖമാണ്. ബലാത്സംഗം ചെയ്തവനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വർ ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ പിന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് എങ്ങനെ ജാമ്യം കിട്ടും എന്ന ചോദ്യമാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരുടെ ക്യാമ്പിൽ ഇന്നലെ വ്യക്തമായ മൗനമായിരുന്നു. അവരൊക്കെ ആകാംക്ഷയോടെ, ആശങ്കയോടെ കാത്തിരുന്ന ഒരു തീർപ്പായിരുന്നു രാഹുൽ ഈശ്വരുമായി ബന്ധപ്പെട്ട്. നിരവധി വകുപ്പുകൾ രാഹുൽ ഈശ്വരൻ്റെ മേൽ ചുമത്തപ്പെട്ടെങ്കിലും ഒരൊറ്റ വകുപ്പ് മാത്രമായിരുന്നു ജാമ്യമില്ലാ വകുപ്പായി ഉണ്ടായിരുന്നത്. സെക്ഷലി കളേർഡ് റിമാർക്സ് എന്ന വകുപ്പ് മാത്രം. ആ വകുപ്പ് നിലനിൽക്കില്ല എന്ന വാദം മാത്രമല്ല, ആ വകുപ്പിനുള്ള ശിക്ഷ പരമാവധി 1 വർഷമാണ് എന്നതും കോടതി പരിഗണിക്കുമെന്നും അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുമെന്നും കണക്കാക്കിയെങ്കിലും ജാമ്യം നിഷേധിക്കപ്പെട്ടത് ഒരു ഷോക്കിംഗ് ന്യൂസായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്യാമ്പിലേക്ക് പടർന്നത്. ഇതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചേക്കില്ല എന്ന ഒരു തോന്നൽ ശക്തമായത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് പല വകുപ്പുകളാണെങ്കിലും 2 പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. ആദ്യത്തേത് ബലാത്സംഗമാണ്. അത് 3-4 വകുപ്പുകൾ ബലാത്സംഗത്തിന് ചുമത്തിയിട്ടുണ്ട്. സാധാരണ ബലാത്സംഗം, അതായത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ ലൈംഗികമായി ദുരുപയോഗിക്കുന്ന സാധാരണ വകുപ്പ്. പിന്നെ ഉത്തരവാദിത്തപ്പെട്ടയാൾ ബലാത്സംഗം ചെയ്യുന്ന വകുപ്പ്, ഗർഭിണിയായിരിക്കുമ്പോൾ ബലാത്സംഗം ചെയ്യുന്ന വകുപ്പ്. ഇത്തരത്തിൽ 3-4 ബലാത്സംഗ വകുപ്പുകൾ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. കൂടാതെയാണ് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പിറന്ന കുഞ്ഞിനെ അവളുടെ സമ്മതമില്ലാതെ കൊലപ്പെടുത്തി എന്ന ഗർഭഛിദ്ര കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഈ 2 കുറ്റകൃത്യത്തിനും ജീവപര്യന്തം വരെ തടവ് കിട്ടാം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാദം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ജാമ്യാപേക്ഷയിൽ ഇക്കാര്യം തുറന്നു സമ്മതിക്കുന്നുണ്ട്. താനും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധം പരസ്പര സമ്മതത്തോടെയായിരുന്നു. അവരുമായുള്ള തൻ്റെ ശാരീരിക ബന്ധം അവരുടെ അനുമതിയോടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഗർഭഛിദ്രം അവർ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതായി മാധ്യമ റിപ്പോർട്ടുകൾ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിട്ടുണ്ട് എന്ന് വ്യക്തതയില്ല. ഈ അഡ്മിഷൻ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് വിനയാവുക. വാസ്തവത്തിൽ ഒരു കുറ്റകൃത്യം ആരോപിക്കുമ്പോൾ ആ കുറ്റകൃത്യം ചെയ്തു എന്നുറപ്പുള്ളവർ പോലും അത് സമ്മതിക്കാറില്ല. കോടതിയുടെ നടപടിക്രമം തന്നെ അങ്ങനെയാണ്. നമ്മുടെ മേൽ ഒരു കുറ്റം ചുമത്തി നമ്മളെ കോടതിയിൽ എത്തുമ്പോൾ അതിനൊരു ഘട്ടത്തിൽ കുറ്റപത്രം വായിക്കൽ എന്നൊരു പ്രക്രിയയുണ്ട്. നിങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങളെല്ലാം കോടതി വായിച്ച് കേൾപ്പിക്കും. അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ പ്രതി ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണം എന്നാണ് അഭിഭാഷകൻ പ്രതിയോട് പറയുന്നത്. ഒരുപക്ഷെ അയാൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ചെയ്തിട്ടില്ല എന്ന് പറയണമെന്നാണ് ഒരു കീഴ്വഴക്കം. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ കേസ് മുമ്പോട്ട് പോകൂ. ട്രയൽ അല്ലെങ്കിൽ വിചാരണ, തെളിവ് പരിശോധനയൊക്കെ നടത്തുന്ന ഘട്ടം. ഈ ഘട്ടത്തിൽ ചെയ്തിട്ടില്ല എന്ന് പ്രതി പറയുമ്പോൾ മാത്രമേ ഈ ഘട്ടത്തിൽ ഇത്തരം പരിശോധനകൾ നടക്കൂ. ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ തുടർ നടപടികൾ ആവശ്യമില്ല, അഡ്മിഷൻ സംഭവിച്ചു, ശിക്ഷ വിധിക്കാം. അതാണ് കോടതിയുടെ നടപടിക്രമത്തിന്റെ ഭാഗം. അതിന് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് എന്നാണ്. സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യം പിന്നെ തെളിയിക്കേണ്ടതില്ല. അത് യഥാർത്ഥത്തിൽ ആ തിയറി രാഹുൽ മാങ്കൂട്ടത്തിന് വിനയാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന് നിഷേധിക്കുമ്പോഴും ശാരീരിക ബന്ധമുണ്ടായി എന്ന് സമ്മതിക്കുകയാണ്. ആ ശാരീരിക ബന്ധം സ്ത്രീയുടെ കൺസെന്റ് പ്രകാരമാണ് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് ബലാത്സംഗമല്ല എന്നാണ് രാഹുലിന്റെ വാദം. എന്നാൽ ബലാത്സംഗമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ
ആദ്യം വേണ്ടത് അതിന് മുമ്പുള്ള ആക്ഷൻസ് ആണ്. ആ സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു, ആ സ്ത്രീയോട് ചാറ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, ആ സ്ത്രീ ഗർഭിണിയായിരുന്നു, ഗർഭം അലസിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമ്മർദ്ദപ്രകാരം. ഇത്രയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൽ 3/4 ഇനി തെളിയിക്കേണ്ടതില്ല. രാഹുൽ മാങ്കൂട്ടത്തിനും ആ സ്ത്രീയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, അവർ തമ്മിൽ ചാറ്റ് ചെയ്തിരുന്നു, അവർ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിരുന്നു, ആ സ്ത്രീ ഗർഭിണിയായി. ഇത്രയും കാര്യം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ ശ്രമിച്ചിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കൺസെന്റോടുകൂടിയായിരുന്നു ശാരീരിക ബന്ധം, അതുകൊണ്ട് ബലാത്സംഗമല്ല. 2, ഗർഭിണിയാക്കിയത് താനല്ല. എന്നാൽ ഈ പ്രക്രിയയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങളൊക്കെ എന്തിന് എളുപ്പമാക്കി കൊടുത്തു എന്ന ചോദ്യമാണ് നിയമവൃത്തങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കേസുകൾ നടത്തുന്ന ആളുമായ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം, അദ്ദേഹമാണ് UDF അധികാരത്തിൽ വന്നാൽ അടുത്ത തവണ AG ആവേണ്ടത് ജോർജ് പൂന്തോട്ടമാണ്. ആ ജോർജ് പൂന്തോട്ടമാണ് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത്. അദ്ദേഹം പോലും ഞെട്ടിപ്പോയെന്നാണ്. ഇങ്ങനെ എന്തിനാണ് അഡ്മിറ്റ് ചെയ്തത് എന്ന് അദ്ദേഹം പലരോടും ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഈ കേസിന് വലിയ തിരിച്ചടിയായി മാറും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആലോചിക്കുക, ജഡ്ജിന് മുമ്പിലേക്ക് കേസെത്തുമ്പോൾ അവർ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു പൊതുപ്രവർത്തകൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് സമ്മതിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കടമ മാറിപ്പോയി. നിരപരാധിയായ ഒരു മനുഷ്യൻ, അവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു, ആ അടുപ്പത്തിന് പുറത്ത് ഈ പൊതുപ്രവർത്തകന്റെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയാം. ഒരുപാട് വകുപ്പുകളുണ്ട്. പറഞ്ഞല്ലോ, ഒരു ചാനൽ സമ്മർദ്ദം നടത്തി, അവർ വിവാഹിതയായിരുന്നു, വിവാഹം നടന്നിട്ട് അധികകാലമായില്ല. ഇന്നതൊക്കെ രാഹുലിന് അനുകൂലമാണെങ്കിലും ഇവർ തമ്മിൽ ശാരീരിക ബന്ധം അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. വാസ്തവത്തിൽ രാഹുൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ പശ്ചാത്തലത്തിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വർ നിസ്സാരമായ കുറ്റകൃത്യത്തിന് ജയിലിൽ പോയത്. അപ്പോൾ ബലാത്സംഗം ചെയ്ത ആൾക്ക് ജാമ്യം കിട്ടുകയും ബലാത്സംഗത്തെക്കുറിച്ച് സംസാരിച്ച ആൾ ജയിലിൽ പോവുകയും ചെയ്യുന്ന പ്രവണത, അത് അത്ര നല്ലതാണോ എന്ന ചോദ്യം പ്രസക്തമായി ഉയരും. അതുകൊണ്ടാണ് ഈ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടേക്കുമെന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ ഒരു റൂളിംഗ് ഉള്ളത് 7 വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ് ഒരാൾ കമ്മിറ്റ് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നത് ജാമ്യം കൊടുത്തു വിടൂ. അയാൾ പുറത്തിറങ്ങിയാൽ അപകടകാരി അല്ലെങ്കിൽ കൊടുത്തു വിടൂ എന്നതാണ് കോടതിയുടെ നിലപാട്. അത് നിയമമല്ല, സുപ്രീം കോടതിയുടെ ഒരു നിലപാടാണ്. അത് അതേപടി പാലിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഇവിടെ ജീവപര്യന്തമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗം ചെയ്തോ ഇല്ലയോ, ഗർഭം രാഹുലിന്റെ ആണോ അല്ലയോ, ആ ഗർഭചിത്രം അനുമതിയോടെയാണോ അല്ലയോ എന്നതൊക്കെ പിന്നീട് തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. പ്രഥമ ദൃഷ്ടിയ ആ സ്ത്രീ പറയുന്നു. മാത്രമല്ല, സ്ത്രീ 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള റിപ്പോർട്ട് കൂടി പ്രോസിക്യൂഷന് ഹാജരാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു കേസ് അഡ്മിഷൻ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടാവുകയും ചെയ്തതോടെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഊഹാപോഹങ്ങൾ നേരത്തെ മുതൽ പ്രചരിച്ചിരുന്നു. ആ ഊഹാപോഹങ്ങളൊക്കെ ശരിയാണ് എന്ന ധാരണയിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് സൂചന. പോലീസിന് ഒരു അഡ്മിഷൻ കിട്ടി. പശ്ചാത്തലത്തിൽ ഇയാൾ ഈ ഒരു കേസ് മാത്രമല്ല, ഇയാൾ ഒരു പെൺവേട്ടക്കാരനാണ്, ഇയാൾക്കെതിരെ നിരവധി പരാതികളുണ്ട്, പെൺകുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനോ പുറത്തേക്ക് വരുന്ന ഭയമാണ്, ഇന്റലിജൻസിന്റെ അറിവനുസരിച്ച് ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ ഇയാൾ തുടർച്ചയായി ചെയ്യുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി പ്രോസിക്യൂഷൻ കോടതിയുടെ മുമ്പിൽ വയ്ക്കുന്നു എന്നാണ് സൂചന. വളരെ കുഴപ്പം പിടിച്ചൊരു സാഹചര്യത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അടുത്ത ചോദ്യമാണ്. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ആദ്യം പോലീസിന്റെ ഒരു നിലപാട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാവട്ടെ എന്നായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങനെ കാത്തിരിക്കേണ്ടതില്ല, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്ന നിലപാടിലേക്ക് മാറി. എന്നാൽ പിന്നീട് നിലപാട് തിരുത്തി. മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കേണ്ട, അടിയന്തരമായി തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാം എന്ന നിലപാടിലേക്ക് പോലീസ് മാറുന്നു. പക്ഷെ അപ്പോഴേക്കും രാഹുല് ഒളിവിൽ പോയിരുന്നു. രാഹുലിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. ആദ്യമൊക്കെ നമ്മൾ കേട്ട വാർത്തകൾ രാഹുലിനെ തപ്പിയെടുക്കാൻ വേണ്ട ജാഗ്രത പോലീസ് കാണിക്കുന്നില്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. സർക്കാർ തലത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. പോലീസ് അതിശക്തമായ ഇടപെടൽ നടത്തുന്നു. എല്ലാ SP-മാർക്കും 14 SP-മാർക്കും നിർദ്ദേശം കൊടുത്തിരിക്കുന്നു പ്രത്യേക സംഘത്തെ ഉണ്ടാക്കി പരിശോധിക്കാൻ. 14 ജില്ലകളിലും പ്രത്യേക അന്വേഷണം നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തപ്പിയെടുക്കാൻ വേണ്ടിയുള്ള അന്വേഷണം നടക്കും. ജോബി ജോസഫിനെയും കിട്ടിയിട്ട് 2ാം പ്രതി. 14 ജില്ലകളിലും SP-മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കിയാണ് പരിശോധന നടത്തുന്നത്. എല്ലായിടത്തും പരിശോധനയുണ്ട്. കൂടാതെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കി കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലെ പലയിടങ്ങളിൽ, കോയമ്പത്തൂർ അരിച്ചു പറക്കുന്നു, ചെന്നൈയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നു. അതുപോലെ തന്നെ ബാംഗ്ലൂരിലേക്ക് പരിശോധന നീട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും പരിശോധന ശക്തമാക്കിയിരിക്കും. ഏതെങ്കിലും തരത്തിൽ സൂചനയുണ്ടെങ്കിൽ ആ സൂചനകളുടെ എല്ലാം പിന്നാലെ പോയി പോലീസ് അരിച്ചു പറക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലേക്ക് പോയത്
ഒരു നടി ഉപയോഗിച്ചിരുന്ന ചുവന്ന കാറിലാണെന്നൊക്കെയുള്ള വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. ആ വാർത്ത എത്രമാത്രം വാസ്തവമാണെന്നറിയില്ല. പോലീസ് അത്തരം സൂചനകളൊന്നും പുറത്തുവിടാൻ സാധ്യതയില്ല. അത്ര ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് അന്വേഷിക്കുകയാണ്. ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചാൽ എന്തു ചെയ്യും? ഇതാണ് ചോദ്യം. രാഹുലിന്റെ മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, മുൻകൂർ ജാമ്യം നിഷേധിച്ചത് മനസ്സിലാക്കി കോടതിയിൽ വന്ന് കീഴടങ്ങുക, നാടകീയമായി കോടതിയിൽ വന്ന് കീഴടങ്ങുക. പക്ഷെ അത് വലിയ പ്രയാസമാണ്. കാരണം പോലീസ് അത്ര ജാഗ്രതയോടെ ഇരിക്കുന്നു. കീഴടങ്ങാൻ എത്തുന്ന വഴിയിൽ തന്നെ പോലീസ് പിടികൂടും. പിടികൂടിയതിന് ശേഷം പോലീസ് കോടതിയെ ഹാജരാക്കും. എന്നിട്ട് പോലീസ് കീഴടങ്ങാൻ എത്തിയതാണെന്ന് സമ്മതിക്കില്ല. ഒളിവിൽ നിന്ന് പിടികൂടി എന്ന തരത്തിലേക്ക് വാർത്ത പുറത്തു വരും. രാഹുലിന് അത് നാണക്കേടായി മാറും. രണ്ടാമത്തെ വഴി ഒളിവിൽ തുടരുക, എന്നിട്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുക എന്നതാണ്. എന്നാൽ അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താലും ഹൈക്കോടതി മുൻകൂർ ജാമ്യം തരണമെന്നില്ല. ഇത് രാഹുൽ ഈശ്വർ ചെയ്തതുപോലെ ഒരു കുറ്റകൃത്യമല്ല. ബലാത്സംഗവും ഗർഭഛിദ്രവും അടക്കമുള്ള ഗൗരവമേറിയ കുറ്റകൃത്യം ഒരു പൊതുപ്രവർത്തകൻ ചെയ്തു എന്നതാണ്. മാത്രമല്ല, ഇത് ഇത്രയേറെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേസിൽ മുൻകൂർ ജാമ്യം കൊടുക്കാൻ അല്പം ഒരു മടി ജഡ്ജിമാർക്കും തോന്നും. കാരണം ജഡ്ജിമാരും മനുഷ്യരാണല്ലോ, അവരും പത്രം വായിക്കുന്നതാണല്ലോ, ചാനൽ കാണുന്നതാണല്ലോ. അപ്പോൾ അവർക്കും ഒരു ജാഗ്രത ഉണ്ടാവും ഈ കാര്യത്തിൽ. അതുകൊണ്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ കിട്ടണമെന്നില്ല. പിന്നീട് സുപ്രീം കോടതിയിൽ പോകണം. സുപ്രീം കോടതി കേസെടുക്കാൻ തന്നെ സമയമെടുക്കും. മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകനാണ് ഈ ബലാത്സംഗ കേസിലെ പ്രതി എന്ന് കേൾക്കുമ്പോൾ സുപ്രീം കോടതി അതിനെ അത്രയും അർത്ഥത്തിൽ എടുക്കൂ. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഉള്ളുകള്ളികൾ കിഴിഞ്ഞു പരിശോധിക്കാനൊന്നും സുപ്രീം കോടതി ശ്രമിച്ചെന്ന് വരില്ല. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട ഡിഫൻസുകൾ, പ്രതിരോധങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡിഫൻസ് എന്നത് കഴിഞ്ഞ കുറേ ദിവസമായി പത്രങ്ങളിലും ചാനലിലും ഒക്കെ പുറത്തു വന്നു. അതായത് എന്തൊക്കെയാണ് പ്രതിരോധം. ആ ഡിഫൻസ് പുറത്തു വന്നാൽ ഈ പ്രതിയുടെ അഭിഭാഷകർക്ക്, പ്രോസിക്യൂഷനെ അതിന് പകരമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. പലപ്പോഴും ഇത്തരം ഡിഫൻസുകൾ അതീവ രഹസ്യമാക്കി വയ്ക്കുകയും എന്തിനേറെ കോടതിയിൽ കൊടുക്കുന്ന അഫിഡവിറ്റിൽ പോലും പറയാതിരിക്കുകയും ചെയ്യാറുണ്ട്. ഈ ഡിഫൻസുകൾ വാദത്തിന് മാത്രം ഉപയോഗിക്കുകയാണ് പതിവ്. എന്നാൽ ഈ കേസിലെ എല്ലാ ഡിഫൻസുകളും ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയാൽ കിട്ടിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഴ്ചകളോളം ഒളിവിൽ താമസിക്കേണ്ടി വരും. അതിൽ റിസ്ക് ഉണ്ട്. കാരണം പോലീസിന് ഈ സമയത്ത് മുഴുവൻ തപ്പാം. പോലീസിന് കയ്യിൽ പിടികൂടിയാൽ നാണക്കേടാണ്. ഇത്ര റിസ്ക് എടുത്ത് ഒളിവിൽ കഴിഞ്ഞിട്ടും സുപ്രീം കോടതി വരെ പോയിട്ടും ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഇത് സംഭവിക്കും. ഇപ്പൊ എൻ്റെ കേസ് എടുക്കുക, എനിക്കെതിരെ കേസുണ്ടാവുന്നു. സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ജാമ്യം നിഷേധിക്കപ്പെടുന്നു. എന്നാൽ സുപ്രീം കോടതി ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. കാരണം എനിക്കെതിരെയുള്ള കുറ്റകൃത്യം നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, 3 വർഷമാണ് ആ കുറ്റകൃത്യം തെളിഞ്ഞാൽ പോലും തടവ് കിട്ടുന്നത്. സുപ്രീം കോടതിയുടെ പോളിസി 7 വർഷത്തിന് താഴെയുള്ളവരെ ജയിലിൽ അടയ്ക്കരുതെന്നാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയിലും ജാമ്യം നിഷേധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സൂക്ഷ്മമായ ശ്രദ്ധയോടെ മാറി നിന്നത്. എന്നാൽ ആ ഉറപ്പ് രാഹുലിൻ്റെ കാര്യത്തിലില്ല. ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇത്രകാലം ഒളിവിൽ കഴിഞ്ഞ് പിന്നീട് പിടിക്കപ്പെട്ട് അത്രയും കാലം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് പിടികൊടുത്ത് എത്രയും വേഗം ജാമ്യത്തിലിറങ്ങുന്നതായിരിക്കില്ലേ എന്ന ചോദ്യമാണ് പ്രസക്തം. മാത്രമല്ല, രാഹുലിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് പാർട്ടി പോലുമില്ല. പിന്തുണച്ചവരൊക്കെ പതിയെ പതിയെ പിന്മാറി തുടങ്ങി. രാഹുലിനെ പിന്തുണച്ച പൊതുപ്രവർത്തകർ പോലും ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായത് എന്ന് പറഞ്ഞ് പിന്മാറി തുടങ്ങി. ഇതിങ്ങനെ നീണ്ടുപോയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് ഇതിന് എത്രയും വേഗം ഒരു പരിഹാരമാണ് ആവശ്യം. അങ്ങനെയെങ്കിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ ഒട്ടും സമയം മെനക്കെടുത്താതെ കീഴടങ്ങി നിയമത്തിന് വിധേയമാകുന്നത് തന്നെയാണ് ഉചിതം. അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി ജാമ്യം കിട്ടുമെന്ന് ഉറപ്പ് വേണം. ഇവിടെ ആ ഉറപ്പില്ല. കാരണം രാഹുൽ ഒരു പൊതുപ്രവർത്തകനാണ്. പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്തത് മാത്രമല്ല, അതിൽ കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ നശിപ്പിച്ചു എന്ന ഗൗരവമേറിയ കുറ്റകൃത്യവുമുണ്ട്. കേവലം ബലാത്സംഗമാണെങ്കിൽ അത് കൺസെന്റ് ആണ് എന്നത് മാത്രം നോക്കിയാൽ മതിയാവും. ഇതാണ് വിജയബാബുവിന് സംഭവിച്ചത്. അത് കൺസെന്റ് ഉണ്ടോ എന്ന് മാത്രമാണ് കോടതി പരിഗണിച്ചത്. ഇത് കേവലം കൺസെന്റിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീളുമെന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി പൂർണ്ണമായും ഇരുട്ടിലാണ്. രാഹുലിന്റെ നിർണായകമായ വിധി നാളെ വരുന്നതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിച്ചേക്കാവുന്ന സംഭവ വികാസങ്ങൾക്ക് തുടക്കമിടും.